നമസ്കാരം പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ കടയ്ക്കൽ സംഭ്രമം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. സംഭ്രമം തൊട്ട് തൈക്കാവ്, അതുപോലെ പള്ളി, സ്കൂളുകൾ, കോളേജ്, ഓഡിറ്റോറിയങ്ങളെല്ലാം ഉള്ള വളരെ വിശാലമായ 8-10 ബസ്സുകൾ പോകുന്ന മനോഹരമായ ഒരു റോഡിൻ്റെ സൈഡിലുള്ള ഒരു വീട്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഒരു പ്രവാസിയായിരുന്നു. വർഷങ്ങളായി 2002 മുതൽ പ്രവാസി ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെ വന്ന് കൊറോണയുടെ കാലഘട്ടത്തിൽ ഇവിടെ വന്ന് പെട്ടുപോയ ഒരു മനുഷ്യനാണ്. 22 സെൻറ്റ് 2800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും അദ്ദേഹം വിൽപ്പനയ്ക്കായി വെച്ചിരുന്നതാണ്. പക്ഷേ വിൽപ്പന നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം മറ്റ് പല മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ടും ഒരിക്കലും ഇത് നടക്കില്ല എന്ന് തോന്നിയപ്പോൾ കൊറോണയിൽ പെട്ടുപോയ ഒരു പ്രവാസിയുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം. ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ഒക്കെ അറിഞ്ഞും പഠിച്ചും വളർന്നു വന്നവരാണ് നമ്മൾ പ്രവാസികളായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ. അവരുടെയൊക്കെ വിഷമങ്ങൾ പ്രവാസികൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ വീട് വിൽപ്പനയ്ക്ക് വെക്കുകയും ആ വിൽപ്പന നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു ചെറിയ ബിസിനസ് സംരംഭം ആരംഭിക്കുകയാണ് ചെയ്തത്. അതായത് നല്ല ക്വാളിറ്റിയുള്ള ബാഗുകൾ ഇവിടെ എത്തിച്ച് ആ ബാഗ് വിൽക്കുന്ന മുറയ്ക്ക് അതിലൊരു കൂപ്പൺ കൂടി വെച്ച് ഈ വീട് കൂടി വിൽക്കാനുള്ള ഒരു സംവിധാനമാണ് അദ്ദേഹം നോക്കുന്നത്. എന്തായാലും അദ്ദേഹം ഈ ബാഗ് വാങ്ങുന്ന ഓരോരുത്തർക്കും അദ്ദേഹം ഒരു കൂപ്പൺ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. 1000 രൂപ, അതായത് 2500 രൂപ വില വരുന്ന കമ്പ്യൂട്ടർ, അതായത് ലാപ്ടോപ്പ് വെക്കുന്ന ബാഗ് വരെ ഈ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ 1500 1600 ഒക്കെ കൊടുത്ത് സ്കൂൾ ബാഗുകളായിട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ലേഡീസിൻ്റെ ബാഗുകൾ 2000-2500 വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ചെന്നാൽ 2500 രൂപയൊക്കെ വില വിൽക്കുന്ന ബാഗുകൾ വെറും 1000 രൂപയ്ക്ക് അദ്ദേഹം നൽകും. അതിനോടൊപ്പം തന്നെ ഒരു കൂപ്പൺ കൂടി നൽകും. ആ കൂപ്പൺ അടുത്ത മാസം ജൂലൈ മാസം 31-ാം തീയതി അദ്ദേഹം നറുക്കെടുക്കും. ആ നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ആളിന് 5 തരം പ്രൈസുകളാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ വീടും 22 സെൻറ്റ് സ്ഥലവും ഒന്നാം പ്രൈസും, രണ്ടാമതായിട്ട് ഒരു സ്വിഫ്റ്റ് പുതിയ കാറും, മൂന്നാമതായിട്ട് ഒരു സ്കൂട്ടിയും, നാലാമതായിട്ട് 5 ലാപ്ടോപ്പും, അഞ്ചാമതായിട്ട് 5 മൊബൈൽ സ്മാർട്ട് ഫോണുകളുമാണ് അദ്ദേഹം ഓഫർ ചെയ്തിട്ടുള്ളത്. ഈ ബാഗ് വാങ്ങിക്കുക, 1000 രൂപ കൊടുക്കുക, നിങ്ങളൊരു കൂപ്പൺ കൂടി അതിനോട് ഫ്രീ ആയി ലഭിക്കും. ആ കൂപ്പണിലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിധിയിരിക്കുന്നത്. വളരെ മനോഹരമായ പ്രദേശം, ഒരുപാട് വീടുകളും കടകളും മറ്റ് കമ്പോളങ്ങളും, കടയ്ക്കിൽ നിന്നൊക്കെ വളരെ തുച്ഛമായ 2-3 കിലോമീറ്റർ കൊണ്ട് എത്താൻ പറ്റുന്ന തരത്തിലുള്ള വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഒരാളിനെ സഹായിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു ബാഗ് വാങ്ങുക, അതിനോടൊപ്പം കിട്ടുന്ന ഒരു കൂപ്പൺ കൂടി നിങ്ങൾ പൂരിപ്പിച്ച് നിങ്ങളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഒരു പ്രവാസിയുടെ വേദനയും വിഷമവും എന്താണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ, ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഓരോ ബാഗ് വാങ്ങി അതിനോടൊപ്പം കിട്ടുന്ന ഓരോ കൂപ്പൺ, ആ കൂപ്പണിലാണ് ഇദ്ദേഹത്തിൻ്റെ വിധിയും നിങ്ങളുടെ വിധിയും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബാഗ് വാങ്ങി അതിനോടൊപ്പം തരുന്ന ആ കൂപ്പൺ കൂടി കൈപ്പറ്റിക്കൊണ്ട് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള വളരെ വലിയൊരു അവസരമാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഈ വീട് യഥാർത്ഥത്തിൽ നിങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന വീടായിരുന്നു? ഞാൻ 2023 നമ്മൾ ആദ്യമായിട്ട് വിൽപ്പനയ്ക്ക് വെക്കുന്നതാണ്. ഞാൻ ഈ കൊറോണ ടൈമിന് മുമ്പാണ് ഞാൻ ഖത്തറിൽ നിന്ന് നാട്ടിലൊരു വെക്കേഷൻ വരുന്നത്. ഈ വെക്കേഷൻ വന്ന് ആ സമയത്ത് പിന്നെ തിരിച്ചു പോകാം എന്നുള്ളൊരു ഇതിലായിരുന്നു. തിരിച്ചു പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്താണ് കൊറോണ ബാധിച്ച് ലോക്ക്ഡൗൺ ആവുന്നത്. എനിക്കിപ്പോൾ തിരിച്ചു പോകാൻ പറ്റും. ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അസുഖം വന്നു. ഹാർട്ട് സംബന്ധമായിട്ടൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ കുറച്ച് ബാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഗൾഫിൽ വെച്ചൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഇത് ചെയ്ത് പോകാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ അസുഖം കൂടെ വന്നപ്പോഴേക്കും പിന്നെ ഈ മെഡിക്കൽ കോളേജിൽ പിന്നെ ഓപ്പറേഷൻ്റെ ഒരു ഇത് പറഞ്ഞു. പക്ഷേ നല്ലൊരു തുക ആവുമെന്ന് പറഞ്ഞു, ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കൊല്ലം മെഡിറ്റീന ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു ബൈപ്പാസ് ചെയ്യാതെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ അവിടെ തന്നെ പോയായിരുന്നു. പിന്നെ അതിനുശേഷം കുറേ പൈസയൊക്കെ ചിലവായി. അതിനുശേഷം വസ്തു വിൽപ്പനയ്ക്ക് ഞാൻ 2023 തന്നെ ഞാൻ ശ്രമിച്ചു തുടങ്ങി. പക്ഷേ നടന്നില്ല. പലരും വന്ന് നോക്കിയിട്ട് വില കുറച്ചാണ് പറയുന്നത്. നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് വിൽപ്പന നടത്തിയിട്ട് കടങ്ങളും തീർത്തിട്ട് ഒരു വീടും പേരും മേടിക്കാനുള്ള ഒരു ഇത് കൂടെ കിട്ടിയാലേ നമുക്ക് പറ്റത്തുള്ളൂ. എത്ര സെൻറ്റ് സ്ഥലമുണ്ട്? 22 സെൻറ്റ് വസ്തു, 2800 സ്ക്വയർ ഫീറ്റ് വീടാണ്. 2800 സ്ക്വയർ ഫുൾ ഫിനിഷ് അല്ലേ? പണി ഫുൾ ഫിനിഷാണ്, എല്ലാ പണിയും പൂർത്തിയായതാണ്. 22 സെൻറ്റ്. ഈ പ്രദേശത്തൊക്കെ എത്ര രൂപ വിലയുണ്ട് സെൻറ്റിനൊക്കെ? പ്രദേശത്തൊക്കെ 2-2.5 ലക്ഷം രൂപയ്ക്കാണ് വസ്തുവിൻ്റെ വിലയുണ്ട്. പിന്നെ ഉള്ളിലോട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പ്രവാസി ആയിരുന്നു. പ്രവാസ ജീവിതം 2002 തുടങ്ങിയാണ്. 2002 അതായത് പ്രവാസ ജീവിതത്തിൽ ഈ വസ്തു വാങ്ങി വീട് വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ പ്രവാസ ജീവിതം ഇത്തരത്തിൽ അവസാനിക്കാനുള്ള കാരണം കൊറോണയാണ്. കൊറോണയുമായി ബന്ധപ്പെട്ട് പിന്നീട് നമുക്ക് സാമ്പത്തികമായി ഒരുപാട് ബാധ്യതകൾ വന്നു. പിന്നെ രോഗങ്ങൾ വന്നു. രോഗങ്ങൾ വന്നിട്ട് ഞാൻ പുറത്ത് പോയി. എങ്ങനെ വിൽപ്പന നടക്കാതെ വന്നപ്പോഴും ഞാൻ വീണ്ടും ദുബായിൽ പോയി. കൗൺസിലിൽ നിന്ന് വന്നിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റാതെ 5 വർഷം കൂടെ കിടന്നു. കടങ്ങൾ ഒന്ന് ജപ്തി നടപടിയുടെ ഭാഗമായി. എന്നാലും വിൽപ്പന നടക്കാതെ വന്നപ്പോൾ ദുബായിൽ പോയി. ദുബായിൽ ഒരു 9 മാസത്തോളം വിസിറ്റിംഗിലായിരുന്നു നിന്നത്. പലയിടത്ത് പണിയൊക്കെ എടുത്ത് കുഴപ്പമില്ല. വിസയൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും ഈ KSF എന്നുള്ളൊരു ജപ്തി നടപടി വന്നു. ഇപ്പൊ കളക്ടറേറ്റിൽ നിന്നാണ് വന്നത്. അപ്പം എത്രയും പെട്ടെന്ന് വന്ന് പൈസ അടച്ചില്ലെങ്കിൽ ജപ്തി നടപടി ചെയ്യുമെന്ന് പറഞ്ഞു വന്നു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ, പൈസ നിവർത്തിയില്ല. ഇവിടെ വന്ന് വിൽപ്പനയ്ക്ക് വീണ്ടും. അപ്പോൾ ഇത് നിലവിൽ നമ്മളിപ്പോൾ ഈ പിന്നെ ബാഗ് കൊടുത്ത് അതിനോടൊപ്പം നമ്മളൊരു കൂപ്പൺ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിപ്പം GST ഒക്കെ രജിസ്റ്റർ ചെയ്ത് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു നറുക്കെടുപ്പ് കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പരാതിയൊക്കെ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി ആളുകൾ ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. പലർക്കും ആളുകളെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പോലും ഈ ഇത്തരത്തിൽ ഇതൊരു ജെനുവിനിറ്റി ഉള്ള കേസല്ല എന്ന് പറഞ്ഞ് പിന്മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കൃത്യതയോടുകൂടി ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ കൃത്യമായിട്ട് നടത്തിയിരിക്കും. ഞാൻ മരണപ്പെട്ടു പോയിരുന്നാലും ശരി, അതിൻ്റെ പിന്നെ ഫാമിലിയിലുള്ള മറ്റുള്ളവർ അത് കൃത്യമായിട്ടും അത് ചെയ്തിരിക്കും. അത് ഉറപ്പാണ്. നമുക്ക്
പ്രവാസിയായിരുന്നു, പെട്ടുപോയതാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംരംഭവുമായി ഇദ്ദേഹം ഇറങ്ങിയത്. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കുമ്മിൾ കല്ലറ റോഡിൽ സംഭ്രമം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടാണ്, വളരെ മനോഹരമായ ഏരിയയാണ്. 22 സെൻറ്റ് സ്ഥലവും 2800 സ്ക്വയർ ഫീറ്റ് വീടുമാണുള്ളത്. ഇദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള നമ്പറുകൾ താഴെ നമ്മൾ കൊടുക്കും. എന്തായാലും തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ 1000 രൂപ മുടക്കി ഒരു ബാഗ് വാങ്ങുക. അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കൂപ്പണിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 22 സെൻറ്റ് വസ്തുവും ഈ വീടും അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും ഒരു പ്രൈസ് സ്വന്തമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. നന്ദി, നമസ്കാരം.